ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ MC റോഡിൻ്റെ കിഴക്ക് വശത്ത് തന്നെയാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. മാല്യവാൻ എന്നാസുരൻ്റെ പൗത്രനായ കരൻ ചിദംബരത്തു പോയി നടരാജാമൂർത്തിയെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി തപസ്സു ചെയ്തു. സംപ്രീതനായ ഭഗവാൻ ഖരന് 3 ശിവലിംഗങ്ങൾ സമ്മാനമായി നൽകി. ചിദംബരത്ത് നിന്ന് ആകാശമാർഗത്തിൽ യാത്ര ചെയ്ത കരൻ വൈക്കത്തെത്തി. വ്യാഘ്രപാദ മുനി തപസ്സു ചെയ്തു വന്നിരുന്ന പുണ്യദേശമാണ് വൈക്കം. ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പം വിശ്രമിക്കുവാനായി തൻ്റെ വലതു കൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ചു. യാത്രക്കായി പുറപ്പെട്ട് ഇറക്കി വെച്ച ശിവലിംഗം എടുക്കുവാൻ നോക്കിയപ്പോൾ അതവിടെ ഉറച്ചുപോയതായി കണ്ടു. തനിക്ക് വസിക്കുവാൻ പ്രിയപ്പെട്ട ഇടമാണിത് എന്നുള്ള ഭഗവാന്റെ അശരീരി വാക്കുകൾ കേട്ട് ആ ശിവലിംഗം വ്യാഘ്രപാദ മുനിയെ ഏൽപ്പിച്ച് കരൻ യാത്രയായി. കരൻ വായുകൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു. കരന്റെ ഇടതു കൈയിലുണ്ടായിരുന്ന ശിവലിംഗം പ്രതിഷ്ഠിച്ച സ്ഥലമാണ് ഏറ്റുമാനൂർ. കരനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ 3 മഹാദേവ ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് വലിയ പുണ്യമായി ഇന്നും കരുതുന്നു. ഏറ്റുമാനൂരിൽ ഭഗവാന് രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന. ക്ഷേത്രത്തിലെ ബലിക്കൽപ്പുരയിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക് പ്രസിദ്ധമാണ്. 4 ദിക്കുകളിലും കിഴക്കു വടക്കേ മൂലയായ ഈശാനകോണിലും ഓരോ തിരുവിധമുള്ള കെടാവിളക്കാണിത്. അതിലേറെ പ്രസിദ്ധിയാർജിച്ചതാണ് ഇവിടത്തെ 7.5 പൊന്നാന. 2 അടി വലിപ്പത്തിലുള്ള സ്വർണം പൊതിഞ്ഞ 7 വലിയ ആനകൾക്കൊപ്പം 1 അടി വലിപ്പമുള്ള ഒരു ചെറിയ ആനയുടെയും വിഗ്രഹങ്ങളാണ് 7.5 പൊന്നാന. കുംഭമാസത്തിലെ ഉത്സവത്തിൻ്റെ 8ാം നാൾ ആസ്ഥാന മണ്ഡപത്തിൽ ഭഗവാന്റെ തിടമ്പിനൊപ്പം 7.5 പൊന്നാനയെയും ദർശിക്കാം. തിരുവിതാംകൂർ രാജാവായിരുന്ന അനീഴം തിരുനാൾ വീരമാർത്താണ്ഡവർമ്മ വൈക്കം ക്ഷേത്രത്തിലേക്ക് നേർന്ന വഴിപാടായിരുന്നു 7.5 പൊന്നാന. എന്നാൽ ഇത് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ രാജാവ് കാലം ചെയ്തു. അദ്ദേഹത്തിൻ്റെ അനന്തരവനും പിൻഗാമിയുമായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ എന്ന പേരിൽ പ്രസിദ്ധനായ അദ്ദേഹമാണ് 7.5 പൊന്നാനകൾ നടക്ക് സമർപ്പിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് വൈക്കത്തേക്ക് കൊണ്ടുപോകുന്ന വഴി ഏറ്റുമാനൂർ അമ്പലത്തിലെ പടിഞ്ഞാറേ നടയിൽ 7.5 പൊന്നാനകളെ ഇറക്കി വെച്ച് രാജാവും പരിവാരങ്ങളും അല്പനേരം വിശ്രമിച്ചു. തിരികെ എടുക്കുവാൻ ഭാവിച്ചപ്പോൾ ആനകളിൽ ഉഗ്രസർപ്പങ്ങൾ ഫണം വിടർത്തി നിൽക്കുന്നതായി കണ്ട് ഒരു ജ്യോത്സ്യരെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു. 7.5 പൊന്നാനകൾ ഏറ്റുമാനൂരപ്പനെ വേണമെന്നാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത്. അങ്ങനെ വൈക്കത്തപ്പനെ സമർപ്പിക്കുവാൻ കൊണ്ടുവന്ന ആനകൾ ഏറ്റുമാനൂരിൽ സമർപ്പിച്ചു. പിന്നീട് അതുപോലെ വേറെ 7.5 പൊന്നാനകൾ പണിത് വൈക്കത്തപ്പന് സമർപ്പിക്കണമെന്ന് ധർമ്മരാജ വിചാരിച്ചു. എന്നാൽ തനിക്ക് 7.5 പൊന്നാനകൾ വേണ്ടെന്നും അതിന് പകരമായി ആ പണത്തിന് സഹസ്രകലശം ആടിയാൽ മതി എന്ന് വൈക്കത്തപ്പൻ രാജാവിന് സ്വപ്നദർശനം അരുളി. രാജാവ് അത് അപ്രകാരം നിർവഹിക്കുകയും ചെയ്തു. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഈ കഥകൾ വിസ്തരിച്ചിട്ടുണ്ട്. ഏറ്റുമാനൂർ MC റോഡിൻ്റെ കിഴക്ക് ഭാഗത്ത് ചേർന്നുള്ള കവാടം കടന്നാൽ വിശാലമായ മൈതാനവും കടന്ന് ക്ഷേത്രഗോപുരം കാണാം. 3 അടിയോളം ഉയരമുള്ള ശിവലിംഗം പടിഞ്ഞാറ് ദർശനമായാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചെമ്പുമേഞ്ഞ വട്ടശ്രീകോവിലിൻ്റെ തെക്കേ നടയിൽ ശ്രീ ഗണപതിയെയും ദക്ഷിണാമൂർത്തിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പടിഞ്ഞാറേ ഗോപുരത്തിനു പുറത്ത്
വടക്ക് ഭാഗത്തായി ശ്രീകൃഷ്ണ ക്ഷേത്രവുമുണ്ട്. കീഴ്ത്രിക്കോവിൽ ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര്. ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം കുറയ്ക്കാനാണ് ഇവിടെ ശ്രീകൃഷ്ണൻ കുടികൊള്ളുന്നതെന്നും പറയപ്പെടുന്നു. ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.